ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തോലിക്കും മാക് ടിവിയും ചേർന്ന് നടത്തുന്ന നൂറുമേനി സീസൺ 3 റീജിയണൽ മത്സരങ്ങൾ അതിരൂപതയുടെ 5 റീജിയനുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. റീജിയണൽ മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് വചനത്തിന്റെ ആത്മാവ്. നിങ്ങൾ മത്സരിക്കാനല്ല വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തോന്നുന്നു ഈശോ പഠിപ്പിച്ച വചനങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് ആവേശവും ഊർജവും പകരുന്ന നൂറുമേനി വചന പഠന പദ്ധതിയിൽ കൂട്ടായ്മ ഇടവക തലങ്ങളിൽ 1 ലക്ഷത്തോളം ആളുകളാണ് പങ്കുചേർന്നത്. റീജിയണൽ മത്സരത്തിലേക്ക് വിജയികളായി എത്തിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. കൂട്ടായ്മ തലത്തിലും ഇടവക തലത്തിലും കൊറോണ തലത്തിലും വിജയിച്ച ഏറ്റവും മികച്ച ടീമുകളാണ് ഇന്ന് ഇവിടെ റീജിയണൽ മത്സരത്തിന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ അനേകം ദിനരാത്രങ്ങളായി നിങ്ങൾ വചന മനപ്പാടത്തിലായിരുന്നല്ലോ. ഈശോയുടെ തിരുപ്പിറവിയുടെ ജൂബിലി ആചരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ അതിരൂപതയിലെ 1 ലക്ഷം പേർ നൂറുമേനിയിലൂടെ വചനം പഠിക്കണമെന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മത്സരം തുടങ്ങുന്നത് കൃത്യം 2:30 ഈ വചനഭാഗത്തിന്റെ വാക്യഘടന ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റാണെങ്കിൽ തിരുത്തി എഴുതുക. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ടീം 4 മേരിക്കുട്ടി തോമസ് പുളിങ്കുന്ന് ഫൊറോന. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ടീം 1 ഷൈനി കേറ്റ് ചമ്പക്കുളം ഫൊറോന. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ടീം 2 ലിസമ്മ ജോസഫ് ചമ്പക്കുളം ഫൊറോന. തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് 2 ടീമാണ്. ഒരു ടീം 5 അൾറിക് പുളിങ്കുന്ന് ഫൊറോന. ഫോർത്ത് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ടീം 3 എവലിൻ ആന്റണി മുഹമ്മ. മേരിക്കുട്ടി ചേച്ചി സന്തോഷത്തിലാണ്. കാരണം വചനം പഠിച്ചാൽ ആർക്കാണ് സങ്കടപ്പെടാൻ കഴിയുക? ചേച്ചി സന്തോഷത്തിലല്ലേ? വളരെ സന്തോഷത്തിലാണ് അല്ലേ? വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായോ? നമ്മളെ ജീവിതത്തെ കുറച്ചുകൂടെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാത്തിൻ്റെ ഉത്തരം വചനത്തിലുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളായാലും ഉത്കണ്ഠകളായാലും അതൊന്നും വേറെ ഒരിടത്ത് ഇറക്കി വെക്കേണ്ട കാര്യമില്ല. നമ്മളോട് മറുപടി പറയുന്നത് പോലെ നമുക്ക് ചില വചനങ്ങൾ പഠിക്കുമ്പോൾ തോന്നുന്നത്. ഈ വചന നൂറുമേനി സീസൺ 4 വന്നാൽ അപ്പോൾ ചേച്ചിക്ക് വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടല്ലോ? തീർച്ചയായിട്ടും ഉണ്ട്. വചനം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടിയാണ് മിശിഹായിൽ ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നമ്മൾ മോശമാണ് എന്നാണ് ഒരു വചനം പറയുന്നത്. ശരിക്കും ക്രിസ്ത്യാനികൾ നല്ല മനുഷ്യരാകാനാണ്, നല്ല മനുഷ്യരാകാൻ വേണ്ടി, അതാണ് ക്രിസ്തീയത. അപ്പം മിശിഹായിൽ നമ്മൾ ശരണം വയ്ക്കുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ നിത്യജീവിതത്തിനും കൂടെയാണ്. ഭൗതികമായ ജീവിതം നന്നായി പരിശീലിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിണത ഫലമായിട്ട് നിത്യജീവനം നമുക്ക് അവകാശമാക്കാനായിട്ട് സാധിക്കും. ചേച്ചി, ഈ വചനമൊക്കെ എത്ര സമയം എടുത്താ പഠിച്ചത്? ഒത്തിരിയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. എന്തോരം വചനം പഠിച്ചായിരുന്നു? ഞാൻ ആദ്യം എഴുതിയപ്പോൾ 160 വചനം പഠിച്ച് 152 എനിക്ക് എഴുതാൻ സാധിച്ചു. സ്നേഹം ദീർഘക്ഷമയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചേച്ചി ഒരു കാര്യം കൂടി, ഈ കുടുംബജീവിതത്തിൽ ഈ വചനമൊക്കെ നിങ്ങൾക്ക് ഈ പഠിച്ചു കഴിഞ്ഞ കുറച്ച് നാളായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇത് ഒത്തിരി പ്രചോദനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രചോദനം ചെയ്തിട്ടുണ്ട്. കുഞ്ഞുനാളിൽ എനിക്കിത് പഠിക്കാൻ ഇഷ്ടമായിരുന്നു, ദൈവവചനം പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വചനം പറയുമ്പോൾ അതൊന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ മക്കളെ എല്ലാം ഞാൻ ഇതിനെ പ്രേരിപ്പിക്കും. 98 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചിയും പഠിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അമ്മച്ചിയും പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരു വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ് ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്. എൻ്റെ ബന്ധുമിത്രാദികളോടും എല്ലാം ഈ നൂറുമേനിയെപ്പറ്റി സംസാരിക്കുകയും അവരെ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അവരോട് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾ കുരിശ് വരയ്ക്കുമ്പോഴത്തേക്കും വചനം ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരുമാതിരി വചനങ്ങളൊക്കെ ഇവർക്ക് അറിയാം. അങ്ങനെ പപ്പായും മമ്മിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. അതാണ് ഇത് പഠിക്കാൻ പിന്നിലുള്ള പ്രചോദനം. പഠന മേഖലയിൽ എങ്ങനെയൊക്കെ ഈ വചനം നിങ്ങളെ സഹായിച്ചു, കുട്ടികളെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് പറയാമോ? പഠന മേഖലയിൽ നമ്മുടെ പൗലോസ്ലിഹയുടെ ഒരു വചനം ഉണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം സാധിക്കും. ഫിലിപ്പി 4:13 ആ ഒരു വചനം വെച്ച് ഞങ്ങൾ പഠിക്കാറുണ്ട്. കുട്ടികളെല്ലാം അത് വെച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പഠന മേഖലയിൽ അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഒരു മെയിൻ കാര്യം. ഞാൻ വചനം പഠിക്കാൻ തുടങ്ങുന്ന നേരത്തെ മാതൃ ജ്യോതിസ് മത്സരം നടത്തുമ്പോൾ അതിലൂടെയാണ് ഞാൻ ആദ്യമായി വചനം പഠിക്കാൻ വന്നത്. അതിനുശേഷം ലോഗോസ് ക്വിസ് തുടങ്ങിയപ്പം അതിലും
പങ്കിടുമായിരുന്നു. അപ്പം 100 മേനിയായപ്പോൾ കുറച്ചുകൂടി കൊണ്ടുപോകാനായിട്ട് വചനം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അന്നമ്മച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു വചനം പറയാവോ? അതാണ് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ദൈവമാണെന്നുള്ള ഒരു വചനമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വിശ്വാസം ഉണ്ടെന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിലൂടെ അത് വരുത്താനായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പം ഈ വചനം ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പം പലതവണ വായിച്ചു കഴിഞ്ഞപ്പം മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു. പ്രവൃത്തി കൂടി വേണം, ഇല്ലെങ്കിൽ വചനം നിർജീവമായി പോകുമല്ലോ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഞങ്ങൾ വചനം പഠിക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ വചനം കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹവും ദൈവത്തിനെ കൂടുതൽ അറിയാനും ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ സാധിച്ചു. ഞങ്ങളുമായി ഇടപഴകുന്നവർക്ക് അവരുടെ പ്രതിസന്ധികളിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ വചനം പറഞ്ഞു കൊടുക്കുകയും അവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ നൂറുമേനി വചനം സഹായിക്കുകയും ചെയ്തു.